ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജപമാലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സാത്താനെ അന്ധനാക്കുന്ന ഫ്ലെയിം ഓഫ് ലവ് റോസറി, സ്നേഹത്തിൻ്റെ ജ്വാലയുടെ ജപമാല. ഈ പ്രാർത്ഥന ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. 1985 യൂറോപ്പിൽ ജീവിച്ചിരുന്ന എലിസബത്ത് കിൻഡൽമാൻ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന 13 കുട്ടികളുടെ അമ്മയായ ഒരു കുടുംബിനിയാണ്. അവരുടെ ജീവിത സായാഹ്നത്തിൽ ലഭിച്ച ആത്മീയ അനുഭവങ്ങൾ ഫ്ലെയിം ഓഫ് ലവ് എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ പ്രാർത്ഥന അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂതോച്ചാടന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആഗോള തലത്തിൽ തന്നെയുള്ള അനേകം വൈദികർ കേരളത്തിലെ ചില ധ്യാന കേന്ദ്രങ്ങളിലും ഈ പ്രാർത്ഥനാ രീതി പിന്തുടരുകയും വലിയ വിടുതൽ അനുഭവങ്ങൾക്ക് സാക്ഷി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചാനലിൽ ഈ റോസറിയെക്കുറിച്ചുള്ള വിശ്വാസയോഗ്യമായ ചില അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കവിടെ കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്ലെയിം ഓഫ് ലവ് റോസറിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇടവകകളെയും കുടുംബങ്ങളെയും ജീവിതത്തെയും കൃപയുടെ ശക്തിയാൽ യേശുവാൽ നിറഞ്ഞതാക്കുക എന്നതാണ് ഫ്ലെയിം ഓഫ് ലവിൻ്റെ ഭക്തിയുടെ പ്രഭാവം. നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുമുള്ള സമൂഹങ്ങളിലും സാത്താൻ്റെ സ്വാധീനം ഈ പ്രാർത്ഥന വഴി തകർക്കപ്പെടും. സാത്താൻ്റെ അന്ധമായ സ്വാധീനത്തിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സുവിശേഷവും രക്ഷയുടെ വഴിയും കൂടുതൽ തുറന്നു ലഭിക്കും. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ജ്വാലയിലൂടെ സാത്താനെ അന്ധനാക്കുമെന്ന് അവർ ലേഡി വാഗ്ദാനം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണ് ഈ കൃപയുടെ അടിസ്ഥാന ലക്ഷ്യം. സ്നേഹത്തിൻ്റെ ജ്വാലയുടെ കൃപയുടെ പ്രഭാവം എല്ലാ മനുഷ്യരാശിയിലും വ്യാപിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അതിനാൽ പരിശുദ്ധ അമ്മയോട് ഫ്ലെയിം ഓഫ് ലവ് റോസറി പ്രാർത്ഥനയിലൂടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നത് സാത്താൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഉപകരിക്കും. യേശുവും മറിയവും സ്നേഹത്തിൻ്റെ ജ്വാലയ്ക്ക് തുടക്കമിട്ട സെക്കുലർ കർമ്മലീത്തും 6 കുട്ടികളുടെ വിധവയുമായ അമ്മ എലിസബത്ത് കിൻഡൽമാൻ സാത്താൻ അന്ധനായി കാണുന്നതിൻ്റെ ചില അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരവസരത്തിൽ അവൾ പറയുന്നത് കേൾക്കാൻ അവനോട് കൽപ്പിച്ചു. അതിലുപരിയായി മറ്റൊരവസരത്തിൽ ഉത്തരവുകളൊന്നും ലഭിക്കാത്തതിനാൽ എല്ലാ ചെറിയ പിശാചുക്കൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്തതായി അവൾ കണ്ടു. അവരുടെ പ്രാർത്ഥന മൂലം അന്ധനായി പോയ പിശാചിൻ്റെ തലവന് പിന്നീട് ഒന്നും പറയാനായില്ല എന്ന് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങളുടെ കൈകളിലെ ഒരു ഉപകരണമാണ്. എന്നോട് സഹകരിക്കുന്നതിലൂടെ സാത്താൻ അന്ധനാകും. അവൻ്റെ അന്ധത നിമിത്തം ആത്മാക്കൾ പാപത്തിലേക്ക് നയിക്കപ്പെടുകയില്ല എന്നാണ് യേശു 1962 മെയ് 4 പറഞ്ഞതായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രാർത്ഥന 1973 പോൾ 6 മാർപ്പാപ്പ ഔദ്യോഗികമായി അംഗീകരിച്ചതും പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആശീർവാദം ലഭിച്ചിട്ടുള്ളതുമാണ്. ഇനി ഈ ജപമാല ചൊല്ലാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെയാണ് ചൊല്ലേണ്ടത്. ജപമാലയുടെ ആരംഭത്തിലും അവസാനത്തിലും കൂടുതലായിട്ട് ഒരു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജപമാല ചൊല്ലുന്ന സമയം നമ്മൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്മ നിറഞ്ഞ മറിയമേ, ഈ ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിങ്ങനെയാണ്: നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങയുടെ സ്നേഹജ്വാലയുടെ കൃപാഭിഷേകം എല്ലാ മനുഷ്യരാശിയിലും വ്യാപിപ്പിക്കണമേ. ആമേൻ. കണ്ടോ, നന്മ നിറഞ്ഞ മറിയം നമ്മൾ ഈ ഒരു ജപമാല ചൊല്ലുന്ന സമയത്ത് ഇപ്രകാരം ചൊല്ലണം. അവസാനം ചെറിയൊരു മാറ്റമേ ഉള്ളൂ: അങ്ങയുടെ സ്നേഹജ്വാലയുടെ കൃപാഭിഷേകം എല്ലാ മനുഷ്യരാശിയിലും വ്യാപിപ്പിക്കണമേ. ആമേൻ. ഇതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
പിന്നെ എല്ലാ ദിവസവും ഈ ജപമാല ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെച്ച് ഇപ്രകാരം ഒന്ന് സാധാരണ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെയാണ്. ഇനി തുടർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചെങ്കിലും ഇപ്രകാരം ഒന്ന് ജപമാല ചൊല്ലി നോക്കൂ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കളുടെയൊക്കെ ചുറ്റിനുമുള്ള സാത്താൻ്റെ സ്വാധീനം ഈ പ്രാർത്ഥന വഴി തകർക്കപ്പെടുമെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ജ്വാലയിലൂടെ സാത്താനെ അമ്മയ്ക്ക് അന്ധനാക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത്. വലിയ ശക്തിയുള്ള കൃപയുള്ള ഒരു ജപമാലയാണിത്. അതുകൊണ്ട് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ജപമാല ഇപ്രകാരം ഒന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ലവ് റോസറിയുടെ ആരംഭ പ്രാർത്ഥന. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ മുറിവുകളിലൂടെയും ഞങ്ങൾ സ്വർഗീയ പിതാവിന് സ്വയം സമർപ്പിക്കുന്നു. ഇനി പറയുന്ന 5 പ്രാർത്ഥനകൾ ഓരോ പ്രാവശ്യവും കുരിശടയാളം വരച്ചുകൊണ്ട് 5 പ്രാവശ്യം വീതം ഓരോ പ്രാർത്ഥനയും ചൊല്ലണം. 1-ാം പ്രാർത്ഥന. അങ്ങയുടെ പവിത്രമായ ഇടത് കൈയുടെ മുറിവ് ആഴമായ ദുഃഖത്തോടെയും സത്യമായും ഞങ്ങൾ ചുംബിക്കുന്നു. കുരിശടയാളം വരച്ച് 5 തവണ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. 2-ാം പ്രാർത്ഥന. അങ്ങയുടെ പവിത്രമായ വലത് കൈയുടെ മുറിവ് ആഴമായ ദുഃഖത്തോടെയും സത്യമായും ഞങ്ങൾ ചുംബിക്കുന്നു. കുരിശടയാളം വരച്ച് 5 തവണ ഏറ്റുചൊല്ലുക. അങ്ങയുടെ പവിത്രമായ ഇടതുകാലിലെ മുറിവ് ആഴമായ ദുഃഖത്തോടെയും സത്യമായും ഞങ്ങൾ ചുംബിക്കുന്നു. 5 തവണ ഏറ്റുചൊല്ലുക. അങ്ങയുടെ പവിത്രമായ വലതുകാലിലെ മുറിവ് ആഴമായ ദുഃഖത്തോടെയും സത്യമായും ഞങ്ങൾ ചുംബിക്കുന്നു. 5 തവണ ഏറ്റുചൊല്ലുക. അങ്ങയുടെ പവിത്രമായ ശരീരത്തിലെ സൈഡുകളിലുള്ള മുറിവ് ആഴമായ ദുഃഖത്തോടെയും സത്യമായും ഞങ്ങൾ ചുംബിക്കുന്നു. 5 തവണ ഏറ്റുചൊല്ലുക. ഈ 5 പ്രാർത്ഥനയും ഓരോ പ്രാവശ്യവും കുരിശടയാളം വരച്ചുകൊണ്ട് 5 പ്രാവശ്യം വീതം ഏറ്റുചൊല്ലണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ജപമാലയിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെ വിശ്വാസ പ്രമാണം, പിന്നെ ഒരു സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. ഇവ ചൊല്ലിയതിനു ശേഷം സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ 1-ാം ദിവ്യരഹസ്യം ആദ്യം ചൊല്ലുക. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി. സാധാരണ നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലെ ത്രിത്വസ്തുതി ചൊല്ലിയതിന് ശേഷം ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത്രയും ചൊല്ലിയതിന് ശേഷം ഒരു കൊച്ചു പ്രാർത്ഥന കൂടിയുണ്ട്. ആ പ്രാർത്ഥന ഓരോ രഹസ്യത്തിനു ശേഷവും നമ്മൾ ചൊല്ലണം. മനസ്സിലായല്ലോ? പ്രാർത്ഥന ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവേ വരേണമേ, മേരിയുടെ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാലയുടെ ശക്തിയിലൂടെ എഴുന്നള്ളി വരേണമേ. ഓ ആരാധ്യനായ എൻ്റെ യേശുവേ, ഞങ്ങളുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, ഞങ്ങളുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, ഞങ്ങളുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഐക്യപ്പെടട്ടെ, ഞങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ ഒന്നായിരിക്കട്ടെ, ഞങ്ങളുടെ കാതുകൾ നിശബ്ദതയിലേക്ക് ഒരുമിച്ച് ചേക്കേറട്ടെ, ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ഞങ്ങളുടെ കാഴ്ച ലയിക്കട്ടെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന നിത്യപിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ചുണ്ടുകൾ ഐക്യപ്പെടട്ടെ. ഓരോ രഹസ്യത്തിനു ശേഷവും ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനിപ്പോൾ പറഞ്ഞ ഈ പരിശുദ്ധാത്മാവേ വരണമേ, മേരിയുടെ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ എന്നുള്ള ഈ ഒരു കൊച്ചു പ്രാർത്ഥന കൂടി ഓരോ രഹസ്യത്തിനു ശേഷവും നമ്മൾ ചൊല്ലുക. വീണ്ടും അടുത്ത രഹസ്യം, 2-ാം രഹസ്യം, 3-ാം രഹസ്യം, അങ്ങനെ ഒരു ജപമാല ചൊല്ലി പൂർത്തിയാക്കുക. അവസാനം ദൈവമാതാവിൻ്റെ ലുത്തീനിയായും ചൊല്ലി നമ്മൾ ജപമാല
അവസാനിപ്പിച്ച ശേഷം പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി എന്ന പ്രാർത്ഥനയും നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അതെല്ലാം ചൊല്ലി സാധാരണ പോലെ തന്നെ ജപമാല അവസാനിപ്പിച്ച ശേഷം ഏറ്റവും അവസാനം ഒരു കൊച്ചു പ്രാർത്ഥന കൂടിയുണ്ട്. ഫ്ലെയിം ഓഫ് ലവ് റോസറിയുടെ പ്രചാരണത്തിനായുള്ള പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന കൂടി ചൊല്ലി നമുക്ക് ഈ ജപമാല അവസാനിപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയ മാതാവേ, അങ്ങ് ദൈവത്തെയും അങ്ങയുടെ മക്കളായ ഞങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അങ്ങയുടെ ദിവ്യപുത്രനായ കുരിശിൽ കിടന്ന യേശുവിന് അങ്ങ് ഞങ്ങളെ സമർപ്പിച്ചതുമൂലം ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളോട് ക്ഷമിക്കാനും ഞങ്ങൾക്ക് രക്ഷ നേടാനും അങ്ങനെ എല്ലാവരും അവനിൽ വിശ്വസിച്ച് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനും കൃപയായി. കന്യകാമറിയമേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അങ്ങയുടെ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ സ്നേഹജ്വാലയാൽ ദൈവത്തോടും മനുഷ്യരാശിയോടും തികഞ്ഞ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരേ മനസ്സോടെ ഞങ്ങൾ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുവാൻ കൃപ വാങ്ങി നൽകണമേ. പരിശുദ്ധ അമ്മേ, സ്നേഹത്തിൻ്റെ ജ്വാല ഭൂമിയിലെ എല്ലായിടത്തും വിദ്വേഷത്തിൻ്റെ അഗ്നിയെ കെടുത്തുവാൻ ഇടയാക്കണമേ. സമാധാനത്തിൻ്റെ രാജകുമാരനായ യേശുവിൻ്റെ സ്നേഹം എല്ലാ ഹൃദയങ്ങളുടെയും കേന്ദ്രമാകുവാൻ അപേക്ഷിക്കണമേ. ഈ വിശുദ്ധ ജ്വാലയെ എല്ലാ സുമനസ്സുകളിലേക്കും പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ പ്രത്യേകം സഹായിക്കണമേ. സമാധാനത്തിൻ്റെ രാജകുമാരനായ യേശു നമ്മുടെ അൾത്താരകളുടെ സിംഹാസനത്തിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയിൽ രാജാവും എല്ലാ ഹൃദയങ്ങളുടെയും കേന്ദ്രവുമായിരിക്കട്ടെ. ആമേൻ. ഇത്രയേ ഉള്ളൂ ഈ ജപമാല. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ സാധാരണ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെ തുടക്കത്തിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ എല്ലാ രഹസ്യത്തിൻ്റെ ഇടയിലും ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പറഞ്ഞു. പിന്നെ ജപമാലയുടെ ഏറ്റവും അവസാനവും ഒരു കൊച്ചു പ്രാർത്ഥന കൂടി. ഇത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥനയിൽ.